ഹീരാമണ്ടി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ശേഷം സോഷ്യൽ മീഡിയയിലെ പ്രധാന ഡിബേറ്റ് തവായിഫുകൾ സ്വാതന്ത്ര്യ സമര സേനാനികളോ അതോ വെറും വേശ്യകളോ എന്നാണ്. ഈ വീഡിയോയിൽ 3 തവായിഫുകളുടെ വേറിട്ട ജീവിതം കാണാം. റിച്ച ഛദ്ദയുടെ ലാജ്വന്തി എന്ന ലജ്ജു, ഹൃദയം തകർന്ന് അപമാനിക്കപ്പെട്ട ലജ്ജു, ഹീരാമണ്ടിയുടെ വർണ്ണപ്പകട്ടുള്ള ലോകത്ത് തവായിഫുകളുടെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സങ്കീർണവും ബഹുമുഖമായ ഒരു കഥാപാത്രമാണ്. കാഴ്ചക്കാരിൽ തങ്ങി നിൽക്കുന്ന ഒരു സീനുണ്ട്. അവളുടെ നവാബ് സൊറാവർ തന്റെ സ്വന്തം വിവാഹത്തിൽ അതിഥികൾക്ക് മുന്നിൽ അവൾ അപമാനിക്കുകയും അതിന് പകരം മല്ലിക ജാൻ നവാബിനെ ശാസിക്കുകയും ചെയ്യുമ്പോൾ തകർന്ന് കരയുന്ന ലജ്ജോ വിഷമത്തിൽ കൂടി ഒരു ചിരിയുണ്ട്. റിച്ച ഛദ്ദയ്ക്ക് മാത്രമേ ഇത്ര ഭംഗിയായ ലാജ്വന്തി ആവിഷ്കരിക്കാൻ കഴിയുള്ളൂ. ഹീരാമണ്ടിയിലെ മറ്റ് തവായിഫുകളിൽ നിന്ന് അവളെ വേറിട്ട് നിർത്തുന്ന ഒരു നിഷ്കളങ്കതയും ദുർബലതയും ലജ്ജോക്കുണ്ട്. തവായിഫുകളുടെ ലോകത്തിന്റെ പരുഷമായ യാഥാർത്ഥ്യങ്ങളെ അവൾ ഉൾക്കൊള്ളുന്നില്ല. അവളുടെ ലോകം ലളിതവും സ്നേഹം നിറഞ്ഞതുമാണ്. മല്ലിക ജാന്റെ മകൻ ഇമാദിനോടുള്ള അചഞ്ചലമായ സ്നേഹമാണ് അവളെ മുന്നോട്ട് നയിക്കുന്നത്. അത് തന്നെ ഒടുവിൽ വേദനയുടെ നാശത്തിന്റെയും പാതയിലേക്ക് അവളെ നയിക്കുന്നു. സ്നേഹം കൊണ്ട് ഭ്രാന്തിയായ ലജ്ജോ അവളുടെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ എല്ലാം അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമാണ്. ഷാഹിമാലിൽ നിന്ന് പരിശീലനം നേടിയ ലജ്ജോ പരിചയസമ്പന്നമായ തവായിഫാണ്. മല്ലിക ജാന്റെ ചിറകിന് കീഴിലായി മകളെ പോലെ വളർന്ന ലജ്ജോവിന്റെ ആഭരണങ്ങൾ കൂടുതലും സമ്മാനിച്ചത് മല്ലിക ജാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ശേഖരത്തിലുള്ള എല്ലാ മഹത്വവും അതിനുണ്ട്. എന്നാൽ സൊറാവറിനെ ആകർഷിക്കാൻ പാരീസിയൻ ടച്ചോടുകൂടിയാണ് അവൾ ഒരു ക്ലാസിക് ബീഗമായി അവതരിപ്പിക്കുന്നുണ്ട്. അവളുടെ വെസ്റ്റേൺ രീതിയിലുള്ള തുണിത്തരങ്ങൾ അത് മല്ലിക ജാൻ സമ്മാനിച്ച ഫാഷനബിൾ ആഭരണങ്ങളുമായി ചേർന്ന് പോകുന്ന വിധത്തിൽ ലജ്ജോ ഒരുങ്ങുന്നുണ്ട്. മുജ്റ സീനുകളിൽ മാത്രം അവൾ തന്റെ പ്രൊഫഷന് യോജിച്ച് എല്ലാ ക്ലാസിക്കൽ ആഭരണങ്ങൾ മാത്രമാണ് ധരിക്കുന്നത്. ഓരോ സീനിന്റെ സ്വഭാവം അനുസരിച്ച് ആഭരണത്തിന്റെ ഡിസൈനിലെ സ്വഭാവ സവിശേഷതകളും മാറുന്ന കാഴ്ച എത്രത്തോളം റിസർച്ചാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. വഹീദയായി സഞ്ജീദ ഷെയ്ഖ്, മല്ലിക ജാന്റെ അനുജത്തി, ഒരേ സമയം നമുക്ക് സിമ്പത്തി തോന്നുന്നതും വെറുക്കുന്നതുമായ മറ്റൊരു കഥാപാത്രമാണ്. എപ്പോഴും ഉന്മാദവും വ്യാമോഹവും അത്യാഗ്രഹവും ഒക്കെ കലർന്ന ഒരു കഥാപാത്രം. വഹീദയുടെ ജീവിതം ബുദ്ധിമുട്ടുകളും പോരാട്ടങ്ങളും നിറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരിൽ നിന്നും വഞ്ചന, നഷ്ടം ഒക്കെ നേരിട്ടിട്ടും പ്രതീക്ഷ കൈവിടാതെ തുടരുന്ന അവൾ കൗശലക്കാരിയാണ്. സ്വന്തം പാത സ്വയം തീർക്കാൻ തീരുമാനിച്ചവൾ. അധികാരവും സുരക്ഷിതത്വവും ആത്മാർത്ഥമായ സ്നേഹത്തിനും ബന്ധത്തിനും വേണ്ടി കൊതിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വികലമായ കഥാപാത്രമാണ് വഹീദയുടേത്. വഹീദയുടെ ആഭരണങ്ങൾ മറ്റുള്ളവരുടേത് പോലെ തന്നെ ക്ലാസിക് ആണ്, ഗംഭീരമാണ്. എന്നാൽ ബിബോ അല്ലെങ്കിൽ മല്ലിക ജാന്റെ പോലെയുള്ള ഒരു പ്രത്യേക സ്വഭാവം അതിനില്ല. അതിന് കാരണം മല്ലിക ജാൻ, ബിബോ എന്നിവർക്ക് ശേഷം മാത്രമാണ് വഹീദയുടെ സ്ഥാനം. മല്ലിക ജാന്റെ കനിവ് പോലിരിക്കും വഹീദയ്ക്ക് കിട്ടുന്ന ആഭരണങ്ങൾ. അതിനാൽ ഇത് ഷാഹിമഹൽ ശൈലിക്കും ഗാംഭീര്യത്തിനും തുല്യമാണ്. എന്നാൽ ബിബോയെ അവളുടെ അമ്മി ജാന്റെ പ്രശസ്തമായ ആഭരണങ്ങളെ മറികടക്കുന്നില്ല. മല്ലിക ജാന്റെ മകളാണ് ആലംസേബ്. അതുകൊണ്ട് തന്നെ ഷാഹിമഹലിന്റെ അടുത്ത അധികാരിയാവാൻ അവസരമുള്ളവൾ. അലംസേബ് ഒരു നിഷ്കളങ്കമായ വ്യക്തിത്വമാണ്. അവളുടെ അമ്മി നയിക്കുന്ന തവായിഫ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അവൾക്ക് വലിയ അറിവും താല്പര്യവും ഇല്ല. ഷാഹിമഹലിന്റെ മതിലുകൾക്ക് അപ്പുറമുള്ള ഒരു നല്ല ജീവിതത്തിനായി കുതിക്കുന്ന, ഷായരികൾ എഴുതുന്ന, സദാ സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഒരു പാവം പെൺകുട്ടി. ആലംസേബും താജ്ദാറും തമ്മിലുള്ള പ്രണയബന്ധമാണ് ഹീരാമണ്ടിയുടെ പ്രധാന സബ് പ്ലോട്ടുകളിൽ ഒന്ന്. അവളുടെ സ്റ്റൈലിംഗ് പരമ്പരയിലെ ഏറ്റവും നിർമ്മലമായ രീതിയിലുള്ളവയാണ്. കൂട്ടത്തിൽ ഏറ്റവും ലളിതവും മനോഹരമാണ് അവളുടെ ആഭരണങ്ങൾ. അതിൽ അവളുടെ നിഷ്കളങ്കതയും തവായിഫ് ജീവിതത്തിലെ താല്പര്യമില്ലായ്മയും കാണാം. എലഗന്റ് ആൻഡ് ഗ്രേസ്ഫുൾ ആയ ജ്വല്ലറി മാത്രമാണ് ആലംസേബിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവളുടെ നത്ത് എന്ന നോസ് റിംഗ് പോലും വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ബിബോ ജാന്റെ പോലെ തന്നെ ചെറുതും മനോഹരമായ നത്താണ് അവളുടേതും. അവളുടെ നത്തുത്രായി എന്ന അരങ്ങേറ്റ രംഗം വരെ പരമ്പരയിൽ ഉടനീളം അവൾക്ക് ഏറ്റവും ലളിതമായ ആഭരണങ്ങളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ അരങ്ങേറ്റ രംഗത്തും മല്ലിക ജാന്റെ മകൾ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്ന പൊതു ചടങ്ങുകളിലും അവരുടെ ശക്തിയും സ്ഥാനവും ഉറപ്പിക്കുന്ന ആഭരണങ്ങളാണ് അലംസേബിനായി ഒരുക്കിയിട്ടുള്ളത്. ജുവൽസ് ഓഫ് ഹീരാമണ്ടിയിലെ അടുത്ത എപ്പിസോഡിൽ സ്വാതന്ത്ര്യ സമരത്തിന് വളരെ മുൻപുള്ള പാകിസ്ഥാനിലെ ഹീരാമണ്ടിയിൽ ജീവിച്ചിരുന്ന തവായിഫുകളുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചും അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.